നമസ്കാരം. പണ്ടൊക്കെ മുത്തശ്ശിക്കഥകളിലൂടെയാണ് നാം പ്രേതക്കഥകൾ കൂടുതലും കേട്ടിട്ടുള്ളത്. പിന്നീട് സിനിമകളും സീരിയലുകളും ഒക്കെ നമുക്ക് മുന്നിൽ പ്രേതങ്ങളുടെ വിവിധ രൂപഭാവങ്ങൾ കാട്ടിത്തന്നു. ഇപ്പോൾ പ്രേതങ്ങൾ ട്രെൻഡിങ് ആകുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ്. പ്രേതങ്ങളെ കുറിച്ചുള്ള കഥകൾക്കും ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും ഒക്കെ ആരാധകർ ഏറെയാണ്, അല്ലേ? എന്നാൽ ശരിക്കും ഈ പ്രേതവും ഭൂതവും ഒക്കെ ഉള്ളതാണോ? ഹിന്ദുമതത്തിലെ 18 മഹാപുരാണങ്ങളിൽ ഒന്നാണ് ഗരുഡ പുരാണം. മരണാന്തരം മോക്ഷം പ്രദാനം ചെയ്യുന്ന ഗ്രന്ഥമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഗരുഡ പുരാണത്തിൽ മഹാവിഷ്ണുവും പക്ഷികളുടെ രാജാവായ ഗരുഡനും തമ്മിലുള്ള സംഭാഷണം, ജീവൻ മരണം, സ്വർഗനഗരം, മരണാന്തര ആത്മാവ് എന്നിവയെക്കുറിച്ച് വിശദമായി വിവരിച്ചിട്ടുണ്ട്. മരണസമയം അടുത്തു വരുമ്പോൾ ജീവനും ശരീരവും ജീവാത്മാവിൽ നിന്ന് വേർപെടുന്നതായി ഗരുഡ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ മനുഷ്യന്റെയും ജനന മരണ സമയം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു. അത് പൂർത്തിയാക്കിയ ശേഷം അവർ മോക്ഷം പ്രാപിക്കുന്നുവെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഗരുഡ പുരാണത്തിൽ മനുഷ്യരുടെ ജനനവും മരണവും സംബന്ധിച്ചുള്ള വിവരങ്ങൾ വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഒരു പുതിയ ശരീരം സ്വീകരിക്കുന്നു. എന്നാൽ ഒരു വ്യക്തി വളരെ നേരത്തെ മരിച്ചാൽ അവരുടെ ആത്മാവിന് എന്ത് സംഭവിക്കും? അകാല മരണത്തെ പറ്റിയുള്ള പല കാര്യങ്ങളും ഗരുഡ പുരാണത്തിൽ വിവരിക്കുന്നുണ്ട്. അക്കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മരണവും അകാല മരണവും തമ്മിലുള്ള വ്യത്യാസം ഗരുഡ പുരാണം അനുസരിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ 7 ചക്രങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. ഈ ചക്രം പൂർത്തിയാക്കിയ ശേഷം മരിക്കുന്ന വ്യക്തി മോക്ഷം പ്രാപിക്കുന്നു. ഈ ചക്രം പൂർത്തിയാക്കാത്തവർ അകാല മരണവും പ്രാപിക്കുന്നു. ഇത്തരക്കാരുടെ ആത്മാവ് പലവിധ കഷ്ടതകളും സഹിക്കേണ്ടി വരും. എന്താണ് അകാല മരണം? ഗരുഡ പുരാണത്തിൽ ഏത് മരണത്തെയാണ് അകാല മരണം എന്ന ഗണത്തിൽ പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗരുഡ പുരാണത്തിലെ അധ്യായത്തിൽ പറയുന്നത്, ഒരാൾ പട്ടിണി മൂലമോ അക്രമാസക്തമായ മൃഗത്താലോ രോഗം മൂലമോ തൂങ്ങിയോ വിഷം കഴിച്ചോ തീയിൽ ദഹിച്ചോ വെള്ളത്തിൽ മുങ്ങിയോ പാമ്പ് കടിയേറ്റോ അപകടത്തിലോ ആത്മഹത്യയോ മൂലമോ മരിച്ചാൽ അയാൾക്ക് അകാല മരണം സംഭവിക്കുന്നു. ഈ മരണങ്ങളിലെല്ലാം ഗരുഡ പുരാണത്തിലെ ഏറ്റവും നീചവും അപലപനീയവുമായ അകാല മരണമായി വിശേഷിപ്പിക്കുന്നു. ഇനി എങ്ങനെയാണ് അകാല മരണം സംഭവിക്കുന്നത്? പുരാണ വേദങ്ങളിലും പുരാണങ്ങളിലും ഒരാൾക്ക് 100 വർഷം വരെ ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദോഷപ്രവർത്തികൾ ചെയ്യുന്നവർ പെട്ടെന്ന് നശിക്കപ്പെടുന്നു. ജീവിതത്തിൽ സംഭവിക്കുന്ന പല വലിയ തെറ്റുകൾ കാരണം ഒരു വ്യക്തിയുടെ പ്രായം കുറയുകയും അവർക്ക് അകാല മരണം സംഭവിക്കുകയും ചെയ്യുന്നു. ഇത്തരക്കാരുടെ ആത്മാവ് ഒരു നിശ്ചിത സമയത്തിന് മുൻപ് യമലോകത്തേക്ക് പോകുന്നു. ആത്മഹത്യയെ ദൈവത്തോടുള്ള പാപമെന്നാണ് മഹാവിഷ്ണു വിശേഷിപ്പിച്ചത്. കൂടാതെ ഗരുഡ പുരാണം അനുസരിച്ച് മരിക്കുന്ന ഒരു മനുഷ്യനോ മൃഗമോ സ്വാഭാവികമായും 3, 10, 13 അല്ലെങ്കിൽ 40 ദിവസങ്ങൾക്കുള്ളിൽ ഒരു പുതിയ ശരീരം സ്വീകരിക്കുന്നു. എന്നിരുന്നാലും ആത്മഹത്യ പോലുള്ള പ്രവൃത്തി ചെയ്യുന്ന ഒരു ജീവിയുടെ ആത്മാവ് പ്രകൃതിയുടെ അനുശാസന പ്രകാരം ജീവിതചക്രം പൂർത്തിയാക്കുന്നത് വരെ ലോകമെമ്പാടും അലങ്ങി നടക്കുന്നു. അങ്ങനെയുള്ള ഒരു ആത്മാവ് സ്വർഗത്തിനോ ശാപത്തിനോ അർഹനല്ല. ആത്മാവിന്റെ ഈ അവസ്ഥയ്ക്ക് അഗതി എന്നതാണ് പേര്. ഗരുഡ പുരാണം അനുസരിച്ച് ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയുടെ ആത്മാവ് അകാല മരണത്തിന്റെ ഏറ്റവും വേദനാജനകമായ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. അകാലത്തിൽ മരിച്ച ആത്മാവ് വിശപ്പ്, ദാഹം, ലൈംഗികത, സുഖം, ആസക്തി, ക്രോധം, കുറ്റപ്പെടുത്തൽ, കാമം തുടങ്ങി തന്റെ എല്ലാ ആവശ്യങ്ങളുടെയും പൂർത്തീകരണം തേടി അന്ധകാരത്തിൽ സഞ്ചരിക്കുന്നു. പരമാത്മാവ് തന്റെ അസ്തിത്വം നിർണയിക്കുന്നത് വരെ ഇത്തരത്തിൽ അലങ്ങി നടക്കുന്നു എന്നാണ് വിശ്വാസം. സ്വാഭാവികമായി മരിക്കുന്നവരുടെ ആത്മാവ് 3, 10, 13 അല്ലെങ്കിൽ 40 ദിവസങ്ങൾക്കുള്ളിൽ മറ്റൊരു ശരീരം എടുക്കുന്നു. എന്നാൽ ആത്മഹത്യ എന്ന കുറ്റം ചെയ്തവരുടെ ആത്മാവ് അതിന്റെ കാലഘട്ടം ദൈവം നിശ്ചയിക്കുന്നത് വരെ അലങ്ങി നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആത്മാവിന് സ്വർഗമോ നരകമോ ലഭിക്കില്ല. അവരുടെ ആത്മാവ് ഇഹലോകത്തിനും പരലോകത്തിനും ഇടയിൽ അലങ്ങി നടക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.